ഐസക് ന്യൂട്ടനും തോമസ് ആൽവ എഡിസണും റൈറ്റ് ബ്രദേഴ്സിനും ഭൂമിയിൽ ലോ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രതിഫലം ഐസക് ന്യൂട്ടനില്ല എറ്റേണിറ്റിയിൽ. തോമസ് ആൽവ എഡിസൺ ഇത്രത്തോളം ബൾബുകളിലൂടെ പ്രകാശിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം എറ്റേണിറ്റിയിലില്ല. ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ആകാശത്ത് പറക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലം റൈറ്റ് ബ്രദേഴ്സിനില്ല. പക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ പ്രവൃത്തി ഓർത്ത ആളുകൾ അവരെ പുകഴ്ത്തി പല പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം ഈ വർക്കുകൾ അവരെ ഔട്ട്ലൂവ് ചെയ്യുന്നുവെങ്കിലും, അവർ മരിച്ച് വർക്കുകളിൽ നിന്ന് ജീവിക്കുന്നുവെങ്കിലും അതിന്റെ പ്രതിഫലം അവർക്ക് എറ്റേണിറ്റിയിൽ ഇല്ല. ഇവരൊക്കെ ഈ ലോകത്തിലെ കേമന്മാരായിരുന്നു, പ്രബലന്മാരായിരുന്നു, ജ്ഞാനികളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഫാദേഴ്സ് ബിസിനസ്സിലേക്ക് കടന്നാൽ കഥ ആകെ മാറി. ഈ ഭൂമിയിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഒരാൾക്ക് ഒരു 10-15 മിനിറ്റത്തേക്ക് ദാഹം മാറി കൊള്ളാം. പക്ഷെ ഫാദേഴ്സ് ബിസിനസ് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വ്യക്തി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണെന്ന് കണ്ടുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന്റെ എഫക്റ്റ് എറ്റേണിറ്റിയിൽ പ്രതിഫലിക്കും. ഇതാ യേശു കർത്താവ് പറഞ്ഞ്, എന്റെ ദാസനാണെന്ന് കണ്ട് ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കാണുന്നതാണ് വിഷയം. ചുമ്മാ ആരെങ്കിലും ആണെന്നല്ല, എന്റെ ദാസനാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ്, മകനാണെന്ന് കണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ തീർച്ചയായും വ്യക്തിക്ക് എറ്റേണിറ്റിയിൽ പ്രതിഫലമുണ്ട്. ഇവിടത്തെ പ്രതിഫലമില്ലാത്ത വർക്കുകളുണ്ട്, പ്രതിഫലം ഉള്ള വർക്കുകളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവിടെ മാറേണ്ടത്. ഇതാണ് മത്തായി 10:42 പറയുന്നത്, നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് എറ്റേണിറ്റിയിൽ പ്രതിഫലമായി മാറും. പക്ഷെ കാഴ്ചപ്പാടാണ് വ്യത്യാസം ഉണ്ടാകേണ്ടത്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു സത്യം ചെയ്തു പറയുന്ന കാര്യമാണിത്.